ബുക്ക് ഓഫ് ജെനസിസ് അദ്ധ്യായം 18 പറയുന്ന ഒരു മനോഹരമായ കഥ മലയാളത്തിൽ. അബ്രാഹാമിനെ സന്ദർശിച്ച 3 അതിഥികൾ. ഒരു ചൂടേറിയ ഉച്ചസമയത്ത് മാമ്രയിലെ വലിയ മരങ്ങളുടെ സമീപത്ത് അബ്രാഹാം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദൂരത്ത് 3 പുരുഷന്മാർ വരുന്നത് അദ്ദേഹം കണ്ടു. അവരെ കണ്ട ഉടനെ അബ്രാഹാം എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു വിനീതമായി നമസ്കരിച്ചു. ദയവായി എന്റെ കൂടാരത്തിലേക്ക് വരൂ. കുറച്ച് വെള്ളം കൊണ്ടുവരാം. നിങ്ങളുടെ കാലുകൾ കഴുകി വിശ്രമിക്കൂ. ഞാൻ അല്പം ഭക്ഷണവും കൊണ്ടുവരാം, അബ്രാഹാം പറഞ്ഞു. അതിഥികൾ സമ്മതിച്ചു. അബ്രാഹാം ഉടൻ കൂടാരത്തിനകത്ത് ചെന്ന് തന്റെ ഭാര്യ സാറയോട് പറഞ്ഞു, വേഗം നല്ല മാവെടുത്ത് അപ്പം ഉണ്ടാക്കൂ. അദ്ദേഹം ഒരു നല്ല കിടാവിനെ തെരഞ്ഞെടുത്ത് ദാസനോട് പാചകം ചെയ്യാൻ പറഞ്ഞു. പിന്നെ പാൽ, തൈര്, ഇറച്ചി എന്നിവ അതിഥികൾക്ക് മുന്നിൽ വെച്ചു. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ അബ്രാഹാമിനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെയാണ്? അബ്രാഹാം മറുപടി നൽകി, അവൾ കൂടാരത്തിനുള്ളിലാണ്. അപ്പോൾ ആ അതിഥി പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ വീണ്ടും വരുമ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും. ഇത് കേട്ട സാറ കൂടാരത്തിനുള്ളിൽ നിന്ന് ചിരിച്ചു. കാരണം അവൾക്കും അബ്രാഹാമിനും വയസ്സ് വളരെ കൂടുതലായിരുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞ് ലഭിക്കുമെന്നത് അവൾക്ക് അസാധ്യമായി തോന്നി. പക്ഷേ ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? ദൈവം പറഞ്ഞതുപോലെ പിന്നീട് സാറയ്ക്ക് ഒരു മകൻ ജനിച്ചു. അവന് അവർ ഇസ്ഹാക്ക് എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം ചിരി എന്നതാണ്. ഈ കഥ വിശ്വാസം, അതിഥിസൽക്കാരം, ദൈവവാഗ്ദാനം എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്നു.